ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പ്രധാന ചർച്ചാ വിഷയം എന്താണ്, രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തുന്ന വിഷയം എന്താണെന്ന് ഉള്ള കാര്യത്തിൽ ജനങ്ങൾക്ക് വലിയ കൺഫ്യൂഷനായിരുന്നു. പ്രത്യേകിച്ച് ആരോപണ പ്രത്യാരോപണങ്ങളൊന്നും നാം കണ്ടില്ല. പഴയ സാധനങ്ങളൊക്കെ തന്നെ 2019 ഉപയോഗിച്ച ആയുധങ്ങളൊക്കെ തന്നെ ആയിരുന്നു ഇടതിനും വലതിനും BJPയും ഒക്കെ മാറി മാറി ഉപയോഗിച്ചത്. പക്ഷേ നമ്മളുടെ കേരളത്തിൽ പണ്ട് മുതലേ ഉള്ള ചില ബോംബുകളുണ്ട്, അവസാന നിമിഷത്തിൽ നാം പൊട്ടിക്കാൻ വെക്കുന്ന ചില ബോംബുകൾ. കൂടുതലും സ്ത്രീ വിഷയങ്ങളാണ്. അതിനിടയിൽ വീഡിയോ വിവാദം ഉയർന്നു വന്നു, പിന്നീട് ആവിയായി. അതിനുശേഷം അവസാന നിമിഷത്തിൽ ദല്ലാൾ നന്ദകുമാർ വെടിപൊട്ടിച്ചു. വെച്ച വെടി അനിൽ ആൻ്റണിക്കാണെങ്കിലും കൊണ്ടത് CPM-നാണ്. അനിൽ ആൻ്റണിയെ തകർക്കുവാൻ ഒരു ശ്രമം നേരത്തെ തന്നെ അവിടെ അരങ്ങേറിയിരുന്നു. അത് അനിൽ ആൻ്റണിയെ തകർക്കുക എന്നുള്ളതല്ല, ജനിച്ച നാൾ മുതൽ ഇന്ന് വരെ പാർലമെൻറ്റ് അംഗമായിരുന്ന, പാർലമെൻറ്റിലെ എല്ലാ ഉന്നത സ്ഥാനങ്ങളും അലങ്കരിച്ച ഒരു കോൺഗ്രസ് നേതാവ് ഇന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് പോലും വേണ്ട. അദ്ദേഹം BJPയുടെ കൂടെ കുറേ നാൾ നടന്നിരുന്നു, BJPയിൽ ജോയിൻ ചെയ്യാൻ. കാരണം പാർലമെൻറ്റിൽ വലിയ പദവി വഹിച്ചിരുന്ന ആളാണ്. ആ പദവി തന്നെ വീണ്ടും വഹിക്കാൻ അദ്ദേഹത്തിന് ആഗ്രഹം. വീട്ടിൽ പോലും വരുന്നത് ആ വലിയ ഇന്ത്യ സർക്കാരിൻ്റെ എംബ്ലമുള്ള വണ്ടിയിൽ വരുന്ന ആ മുതിർന്ന നേതാവ്. പല പോസ്റ്റുകളും BJP എടുത്ത് ചോദിച്ചു, BJP ഏഴായാലും തടിപ്പിച്ചില്ല, സ്വന്തം പാർട്ടിക്കാർക്കും വേണ്ട. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പത്തനംതിട്ടയിൽ അനിൽ ആൻ്റണിക്ക് ഒരു പണി കൊടുക്കാമെന്ന് കരുതി ദല്ലാൾ നന്ദകുമാറിനെ കളത്തിലിറക്കിയത്. ദല്ലാൾ നന്ദകുമാർ കേരളത്തിലെ ഒരേ ഒരു സത്യസന്ധനായതുകൊണ്ട് പറയുന്നതെല്ലാം നാം വിശ്വസിച്ചേ പറ്റൂ. ഏതായാലും AK ആൻ്റണിയെ പോലെയല്ല മകൻ അനിൽ K ആൻ്റണി എന്നറിയാൻ അധികം നിമിഷമൊന്നും വേണ്ടി വന്നില്ല. ഉരുളയ്ക്കുപ്പേര് പോലെ ചെറുക്ക് മറുപടി കൊടുത്തു. അപ്പോൾ കാര്യം മനസ്സിലായി, അത് അത്ര ഏറ്റില്ല എന്ന്. അപ്പോൾ അടുത്ത വെടി പൊട്ടിച്ചത് ശ്രീമതി ശോഭാ സുരേന്ദ്രനെതിരെയാണ്. മാന്താൻ വരുന്നവരെ കീറിപ്പൊളിക്കുന്ന സ്വഭാവമുള്ള അവരുടത്തേക്കാണ് ദല്ലാളിൻ്റെ അടുത്ത കളി ഇറക്കാൻ ചെന്നത്. അത് 10 ലക്ഷം രൂപ ശോഭാ സുരേന്ദ്രന് നൽകി എന്നുള്ളതായിരുന്നു. അവർ പറഞ്ഞു, ശരിയാണ്, 10 ലക്ഷം രൂപ തന്നിരുന്നു, അത് സ്ഥലം വാങ്ങുന്നതിൻ്റെ ഇടപാടുകളാണ്, അതിൻ്റെ രേഖകളും അവർ ഹാജരാക്കി. പക്ഷേ ശോഭാ സുരേന്ദ്രനല്ലേ ആള്, അവിടം കൊണ്ടും കാര്യങ്ങൾ നിർത്തിയില്ല. പകരം EP ജയരാജൻ BJPയുമായി ചർച്ച നടത്തിയതും BJPയിലേക്ക് വരുന്ന നീക്കങ്ങൾ നടത്തിയ വിവരവും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. അതോടെ പെട്ടത് ദല്ലാൾ നന്ദകുമാർ മാത്രമല്ല, EP ജയരാജനും CPM-ഉമായിരുന്നു. ഈ ദല്ലാൾ നന്ദകുമാറിനെ കളത്തിലിറക്കിയത് കോൺഗ്രസ്സാണ്. അത് പത്തനംതിട്ടയിലും ആലപ്പുഴയിലും ഓരോ വെടിപൊട്ടിച്ച് വോട്ട് ശതമാനം ശോഭാ സുരേന്ദ്രൻ്റെയും അനിൽ ആൻ്റണിയുടെയും കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരുന്നെങ്കിൽ അത് കേരളമാകെ വലിയ രീതിയിൽ പൊട്ടിത്തെറിക്കുന്ന വലിയ സ്ഫോടനങ്ങൾ തന്നെ ഉണ്ടാക്കി. അത് CPM-ലാണ് അലയടിച്ചതെന്ന് മാത്രം. അതിനുശേഷം കുറച്ച് സമയം കൂടി കഴിഞ്ഞപ്പോൾ ശോഭാ സുരേന്ദ്രൻ അടുത്ത വെടിയും പൊട്ടിച്ചു. ഒന്നല്ല, 7 സംസ്ഥാനത്തെ നേതാക്കൾ താനുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. വിവിധ പാർട്ടികളിൽ പെടുന്നവരാണ്. അധികം വൈകാതെ അവരുടെ പേര് വിവരങ്ങൾ താൻ പുറത്തു പറയുമെന്ന്. ശോഭാ സുരേന്ദ്രൻ ഇത്ര ആധികാരികമായി അത് പറയുന്നതിനൊരു കാരണമുണ്ട്. മുൻപ് ഈ BJPയുടെ പുതിയതായി വരുന്ന അംഗങ്ങളെ ചേർക്കുന്ന സമിതിയിൽ ഈ ശോഭാ സുരേന്ദ്രനും ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അവർ പറയുന്നതിന് കൃത്യതയും വ്യക്തതയും ഉണ്ടാകും. ഏതായാലും BJPയാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവസാന നിമിഷത്തിൽ അജണ്ട സെറ്റ് ചെയ്തതും സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയതും. ഏതായാലും സർജിക്കൽ സ്ട്രൈക്കിൻ്റെ ഫലം ജൂൺ 4-ന് കൃത്യമായി അറിയാൻ കഴിയും. പിന്നീട് ഒരു വലിയ സന്ദേഹമായി ഉയർന്നു നിൽക്കുന്നത് പലയിടത്തെയും ശതമാന കണക്കുകളാണ്. ഏതായാലും ശതമാനം കുറഞ്ഞിട്ടില്ല, എന്നാൽ വലിയ രീതിയിലോട്ട് കൂടിയിട്ടുമില്ല. ഇതാണ് മുന്നണികളെ ആശങ്കപ്പെടുത്തുന്നത്. എന്നാൽ സംസ്ഥാനത്ത് 10 ഇടങ്ങളിലെങ്കിലും കുറഞ്ഞത് ത്രികോണ പോരാണ് നടക്കുന്നത്. അവിടങ്ങളിലൊക്കെ ശതമാനം കൂടിയിട്ടുണ്ട്. ശതമാനം കൂടുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഭരണവിരുദ്ധ വികാരമുള്ളപ്പോൾ ശതമാനം കൂടാറുണ്ട്. നമ്മൾ 2019 കണ്ടതാണ്. ഈ ശബരിമല വിഷയത്തിനൊക്കെ ശേഷം നടന്ന തെരഞ്ഞെടുപ്പ് വലിയ രീതിയിൽ ശതമാനം ഉയർന്നത് നാം കണ്ടതാണ്. അതുപോലെ തന്നെ ഒരു തുടർഭരണമാണ് പോകുന്നത്, ഇല്ലെങ്കിൽ ആളുകൾ നിസ്സംഗതയിലാണെങ്കിൽ ശതമാനം കുറയുന്ന സാധ്യതകളുമുണ്ട്. പിന്നെ പേമാരി, അങ്ങനെ പ്രകൃതിക്ഷോഭങ്ങൾ ഉള്ള സമയത്തും ശതമാനം കുറഞ്ഞത് നാം കണ്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ശതമാനം വലുതായിട്ടൊന്നും കേരളത്തിൽ കുറഞ്ഞിട്ടില്ല. വിശദമായ ഡേറ്റാസും മറ്റുമൊക്കെ ഇന്ന് വൈകുന്നേരത്തും നാളെയുമായിട്ട് നമുക്ക് ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ നാളെ നമുക്ക് ഈ തീവാറും പോരാട്ടം നടന്ന മണ്ഡലങ്ങളെക്കുറിച്ച് സമഗ്രമായി തന്നെ ഒരു വിവരണം നൽകുന്നതായിരിക്കും. ഏതായാലും ഒരു ജയം തോൽവി പറയാൻ കഴിയില്ലെങ്കിലും കൃത്യമായി തന്നെ നമുക്ക് ഏകദേശ രൂപം നമുക്ക് അറിയാൻ കഴിയും. അത് ഇന്ന് രാത്രിയോടുകൂടിയും നാളെയും മറ്റുമൊക്കെ ബൂത്ത് വൈസിലെ ഉള്ള ഡേറ്റാസ് വരെ കളക്ട് ചെയ്തിട്ട് വിവിധ മണ്ഡലങ്ങളിൽ നിന്നുള്ള ഒരു വിശദമായ വിവരണം ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ തന്നെ നൽകുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.